എന്നത്തെയും പോലെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കുമ്പോഴും എൻ്റെ ആലോചന ഇന്ന് അപ്പത്തിന് എന്താ കറി ഉണ്ടാക്കുമെന്നാണ്. അപ്പോഴാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്ന കുക്കർ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പറയുന്നത് പോലെ ഭയങ്കര സിമ്പിൾ തന്നെയായിരുന്നു കേട്ടോ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് അരിഞ്ഞതാ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തേ. അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒറ്റ വിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാവേ. അങ്ങനെ കുക്കറിൻ്റെ വിസിലൊക്കെ കേട്ട ശേഷം നമ്മളിത് ആ കുക്കർ തുറന്ന് നോക്കുമ്പം ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് എണ്ണ കിടന്ന് വാടാത്ത ഒരു സ്മെല്ലുണ്ടാവുമെന്ന് എനിക്കൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി മൂപ്പിച്ച ശേഷം നമ്മൾ വേവിച്ച ഉള്ളിയും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് കൊടുക്കാവേ. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ മുട്ടക്കറി റെഡിയാക്കി എടുത്തു കേട്ടോ. ഇതാ ഇനി അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പത്തിന് മാവ് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് പോയി കാണാവേ. ഇന്ന് ജിത്തുവിന് ക്ലാസ് ഇല്ലാത്തതാണ് എന്താ അച്ചുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ അവളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു കേട്ടോ. അതിനുശേഷമാണ് ഞാനും ജിത്തും കൂടി കഴിക്കാൻ വേണ്ടി ഇരുന്നത്. ക്ലാസ്സില്ലല്ലോ, ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട, എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അവൻ വരുന്നില്ല, അപ്പുറത്തെ വീട്ടിൽ അച്ചുവായിട്ട് കൂടി ഇരുന്നോളാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ശേഷം ഉച്ചത്തേക്കുള്ള കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ്. ഇന്നലെ കടയിൽ പോയപ്പം നേരെയൊക്കെ കൂർക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി. ഇന്നലെ പിന്നെ കറി വെച്ചത് കാരണം കറി വെക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. അങ്ങനെ അത് ജോലികളൊക്കെ തീർത്തു, പാത്രം കഴുകാനുള്ളതൊക്കെ കഴുകി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ ജിത്തുവിനെ അപ്പുറത്തെ അച്ചുവിൻ്റെ വീട്ടിലാക്കിയ ശേഷം ഞാൻ ക്ലാസ്സിലേക്ക് പോവുകയാണേ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.